നമസ്കാരം. നിലവിൽ കെ-സ്മാർട്ടിൽ ഒരു ബെനിഫിഷ്യറി സംവിധാനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഓരോ ഫയലിലും ഗുണഭോക്താവിനെ പ്രത്യേകം ചേർക്കണം എന്നതാണ്. ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ബെനിഫിഷ്യറി മോഡ്യൂൾ എന്ന ഒരു പുതിയ സംവിധാനം കെ-സ്മാർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളുടെ ലോഗിനിലുള്ള സർവീസസ് എന്ന മെനുവിൽ ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ബെനിഫിഷ്യറി എന്ന ഒരു കാർഡ് പുതിയതായി വന്നിട്ടുണ്ട്. ഈ കാർഡിലുള്ള ഓപ്ഷനുകളാണ്: 1. ക്രിയേറ്റ് ബെനിഫിഷ്യറി, 2. ബെനിഫിഷ്യറി ലിസ്റ്റ്, 3. ബൾക്ക് അപ്രൂവൽ എന്നിവ. പുതിയതായി ഒരു ഗുണഭോക്താവിനെ കെ-സ്മാർട്ടിൽ ചേർക്കുന്നതിന് ക്രിയേറ്റ് ബെനിഫിഷ്യറി എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇതിൽ 2 രീതിയിലുള്ള ഗുണഭോക്താവിനെ ചേർക്കാൻ പറ്റും. 1. വ്യക്തിഗത ഗുണഭോക്താവ്, 2. ഗുണഭോക്തൃ സ്ഥാപനം. വ്യക്തിഗത ഗുണഭോക്താവിനെ ചേർക്കുന്നതിനായി ആധാർ നമ്പറും ആധാറിലുള്ള പേരും നൽകിയ ശേഷം ഓഥന്റിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പൂർത്തിയായിക്കഴിഞ്ഞാൽ ആധാറിലുള്ള വിവരങ്ങൾ സ്ക്രീനിലേക്ക് വരുന്നതാണ്. അതിൽ മറ്റുള്ള വിവരങ്ങൾ കൂടി ചേർത്ത് ഗുണഭോക്താവിനെ സേവ് ചെയ്യാവുന്നതാണ്. ഗുണഭോക്തൃ സ്ഥാപനം ചേർക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പാൻ നമ്പർ എൻ്റർ ചെയ്യുക. പാൻ നമ്പർ വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മറ്റ് അനിവാര്യ വിവരങ്ങൾ കൂടി എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഗുണഭോക്താവിനെ സേവ് ചെയ്തതിനു ശേഷം ക്ലെയിമാണ് തയ്യാറാക്കാനുള്ളത് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനായി താഴെയുള്ള ആഡ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നുവരുന്ന സ്ക്രീനിൽ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കുക. ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രഷറി അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഗുണഭോക്താവിന്റെ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഈ സ്ക്രീനിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഗുണഭോക്താവിന്റെ വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം ആ ഗുണഭോക്താവിനെ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി താഴെയുള്ള അപ്രൂവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിൽ യെസ് എന്ന് കൊടുക്കുക. ഒരിക്കൽ അപ്രൂവ് ചെയ്താൽ ആ ഗുണഭോക്താവിന്റെ ബേസിക് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ ബൾക്ക് അപ്രൂവ് എന്ന ഓപ്ഷൻ വഴിയും ഗുണഭോക്താവിനെ അപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചേർത്ത ബാങ്ക് അക്കൗണ്ട് അല്ലാതെ ഗുണഭോക്താവിന് മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ഗുണഭോക്താവിനെ കെ-സ്മാർട്ടിലൂടെ കേരളത്തിലെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കും ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ ഒരിക്കൽ ആഡ് ചെയ്യാൻ തുടങ്ങുകയും എന്നാൽ പൂർത്തിയാക്കാത്തതുമായ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ ലഭ്യമാകും. അവയുടെ സ്റ്റാറ്റസ് പാർഷ്യൽ എന്നായിരിക്കും. വലതുവശത്തുള്ള ആക്ഷൻ എന്ന ബട്ടണിൽ നിന്നും എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗുണഭോക്താവിന്റെ വിവരങ്ങൾ ചേർത്ത് പൂർത്തിയാക്കാവുന്നതാണ്. ആക്ഷൻ ബട്ടണിൽ നിന്നും വ്യൂ ക്ലിക്ക് ചെയ്താൽ ബെനിഫിഷ്യറിയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവയുടെ കൂടെ സാഖ്യ വെബിൽ മുൻപ് ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഗുണഭോക്താക്കളെ സേവ് ചെയ്യുമ്പോൾ കെ-സ്മാർട്ടിൽ ഒരു ബെനിഫിഷ്യറി കോഡ് കൂടി ജനറേറ്റ് ആകുന്നുണ്ട്. ഈ ലിസ്റ്റിന്റെ ഇടതുവശത്ത് അത് കാണാവുന്നതാണ്. ഈ സ്ക്രീനിന്റെ ഇടതുവശത്തായി ഒരു ഫിൽട്ടർ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴി നമ്മുടെ ലോക്കൽ ബോഡിയിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളെ തിരയാൻ സാധിക്കും. അതിലെ ഗ്ലോബൽ സെർച്ച് വഴി മറ്റു ലോക്കൽ ബോഡിയിൽ നിന്നും ചേർത്തിട്ടുള്ള ഏതു ഗുണഭോക്താവിനെയും തിരയാൻ സാധിക്കുന്നതാണ്. ബെനിഫിഷ്യറി എന്ന കാർഡിൽ ബൾക്ക് അപ്രൂവ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ അപ്രൂവ് ചെയ്യാത്ത ഗുണഭോക്താക്കളെ അവിടെ ലിസ്റ്റ് ചെയ്യുകയും എല്ലാവരെയും ഒരുമിച്ച് അപ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. കെ-സ്മാർട്ടിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളെ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഫയലിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗുണഭോക്താക്കളെ ചേർക്കുന്ന സ്ക്രീനിൽ തന്നെ അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൾക്ക് അപ്രൂവ് എന്ന മെനു വഴിയോ അപ്രൂവ് ചെയ്യേണ്ടതാണ്. ഇനി അപ്രൂവ് ചെയ്ത ഒരു ഗുണഭോക്താവിനെ ഫയലിലേക്ക് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഗുണഭോക്താവിനെ ചേർക്കേണ്ട ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജനറൽ ഫീച്ചർ എന്ന മെനുവിൽ ബെനിഫിഷ്യറി എന്ന മെനു സെലക്ട് ചെയ്യുക. മുൻപുണ്ടായിരുന്ന സ്ക്രീനിൽ നിന്നും ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുകളിലായി ലിങ്ക് ബെനിഫിഷ്യറി എന്നും ബെനിഫിഷ്യറി പ്രീവിയസ് വേർഷൻ എന്നും 2 ടാബുകൾ കാണാൻ സാധിക്കുന്നതാണ്. ബെനിഫിഷ്യറി പ്രീവിയസ് വേർഷൻ എന്ന ടാബിൽ മുൻപുണ്ടായിരുന്ന രീതിയിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളെ കാണുന്നതിന് മാത്രമാണ് സാധിക്കുക. ലിങ്ക് ബെനിഫിഷ്യറി എന്ന ടാബ് വഴിയാണ് പുതിയ ഗുണഭോക്താക്കളെ ഫയലിലേക്ക് ചേർക്കേണ്ടത്.
ഗുണഭോക്താവിന്റെ തരം വ്യക്തിഗതമാണോ സ്ഥാപനമാണോ എന്നത് സെലക്ട് ചെയ്യുക. വ്യക്തിഗതമാണെങ്കിൽ ആധാർ നമ്പറോ ബെനിഫിഷ്യറി കോഡോ എൻ്റർ ചെയ്തതിനു ശേഷം സെർച്ച് ബെനിഫിഷ്യറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്ഥാപനമാണെങ്കിൽ പാൻ നമ്പറോ ബെനിഫിഷ്യറി കോഡോ കൊടുത്ത് സെർച്ച് ബെനിഫിഷ്യറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കാണുന്നതാണ്. പ്രൈമറി അക്കൗണ്ട് നമ്പറാണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു അക്കൗണ്ടിലേക്കാണ് പണം അയക്കേണ്ടത് എങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്ത് വന്ന ഗുണഭോക്താവ് തന്നെയാണ് നമുക്ക് ചേർക്കേണ്ടതെങ്കിൽ ലിങ്ക് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന കൺഫർമേഷൻ മെസ്സേജിൽ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫയലിലേക്ക് ഒന്നിലധികം വ്യക്തിഗത ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് വലതുവശത്തുള്ള അറ്റാച്ച്മെന്റ് എന്ന ഭാഗത്ത് എക്സൽ ഫയലിൽ അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചേർക്കേണ്ട എക്സൽ ഫയലിന്റെ ഫോർമാറ്റ് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇമ്പോർട്ട് ഫ്രം ഫയൽ. ഒരു ഫയലിൽ ചേർത്തിട്ടുള്ള ഗുണഭോക്താക്കളെ മറ്റൊരു ഫയലിലേക്ക് കൂടി കൊണ്ടുവരുന്ന രീതിയാണിത്. അതിനായി ഇമ്പോർട്ട് ഫ്രം ഫയൽ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ഫയൽ നമ്പർ എന്ന കോളത്തിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇമ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗുണഭോക്താക്കളെ ലിങ്ക് ചെയ്താൽ താഴെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ആക്ഷൻ ബട്ടണിൽ അക്കൗണ്ട് ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഗുണഭോക്താവിന് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രൈമറി അക്കൗണ്ട് മാറ്റി ആവശ്യമായ അക്കൗണ്ട് തിരഞ്ഞെടുത്തതിനു ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് പ്രൈമറി അക്കൗണ്ടായി മാറുന്നതാണ്. ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ അക്കൗണ്ട് ചേർക്കുന്നതിന് സാധിക്കും. അക്കൗണ്ട് ചേർത്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കാണാവുന്നതാണ്. ലിങ്ക് ചെയ്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരു ഡൗൺലോഡ് ബട്ടൺ ലഭ്യമാണ്. ലിങ്ക് ചെയ്ത ഒരു ഗുണഭോക്താവിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡീലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന കൺഫർമേഷൻ മെസ്സേജിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഗുണഭോക്താക്കളെ ലിങ്ക് ചെയ്തതിനു ശേഷം ഒരു ക്ലെയിമിൽ ഗുണഭോക്താക്കളെ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. അതിനായി ജനറൽ ഫീച്ചേഴ്സിൽ നിന്നും ഫിനാൻസ് ടാബിൽ ക്ലെയിം ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ അക്കോർഡിയനായ പേയി ഡീറ്റെയിൽസിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. മുൻപ് ഉപയോഗിച്ചിരുന്ന സെലക്ട് പേയി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഓരോരുത്തരെയായി ക്ലെയിമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പോർട്ട് ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഭാഗത്ത് ഈ ഫയലിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് താഴെയുള്ള ഭാഗത്ത് അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സൽ ഏത് ടെംപ്ലേറ്റാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡും ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ചുള്ള എക്സൽ അപ്ലോഡുമാണുള്ളത്. അതിന് താഴെയായി ആധാറുള്ള എക്സലിന്റെയും ബെനിഫിഷ്യറി കോഡ് ഉപയോഗിച്ചുള്ള എക്സലിന്റെയും സാമ്പിൾ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിന് താഴെ അപ്ലോഡ് ചെയ്യേണ്ട എക്സൽ സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണുള്ളത്. ചൂസ് ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന എക്സൽ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സൽ ഫയലിലുള്ള അത്രയും ഗുണഭോക്താക്കളുടെ ലിസ്റ്റും അവർക്ക് കൊടുക്കേണ്ട തുകയും ഈ ക്ലെയിമിലേക്ക് വരുന്നതാണ്. ക്ലെയിമിൽ ആഡ് ചെയ്തിരിക്കുന്ന ഗുണഭോക്താക്കളെ വലതുവശത്തുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ബൾക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ക്ലെയിമിന്റെ മറ്റു വിവരങ്ങൾ കൂടി ചേർത്ത് വെരിഫയർക്ക് അയക്കാവുന്നതാണ്. ക്ലെയിമിൽ ബൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം.